അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ അരിയിലെ വെള്ളം മാറ്റാം. പിന്നെ എന്നിട്ട് ആ ഒരു സൈസ് നമുക്കൊന്ന് മെഷർ ചെയ്യണം. വെച്ചാൽ അതിൻ്റെ ഒരു മാസത്തെ വളർച്ച നമുക്ക് നോക്കണം. ഇതാകട്ടെ നമ്മുടെ അരി വെള്ളം കലക്കിയിട്ട് ഇരിക്കട്ടെ. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കോരിക്കളയാം. വെള്ളം കോരി അപ്പോൾ നമ്മൾ വെള്ളം കോരിട്ടുണ്ട്. അതിൽ ഇത് അവിടെ എടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് ആ ടാങ്കിലേക്ക്, ഈ ചെറിയ ടാങ്കിലേക്ക് നമുക്ക് പിന്നെ മാറ്റിയിടാം. നമുക്ക് സൈസ് മെഷർ ചെയ്യണമെങ്കിൽ ആ ചെറിയ ടാങ്കിലേക്ക് ആക്കിയേ പറ്റുള്ളൂ. ഓക്കെ ഇതാ വീണിട്ടുണ്ട്. യെസ്, ആയിരിക്കണം നമ്മുടെ അരി. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ടാങ്കിൽ വെള്ളം നിറയ്ക്കലും പിന്നെ ഇതിൻ്റെ സൈസൊക്കെ നോക്കണം. നമുക്ക് വെള്ളം നമുക്ക് ഓണാക്കിയിടാം. അത് നമ്മൾ വെള്ളം ഓണാക്കിയിട്ടുണ്ട്. അത് തരട്ടെ. അപ്പോൾ നമുക്ക് സൈസൊക്കെ മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരിയുടെ സൈസ് മെഷർ ചെയ്യട്ടെ. സ്കെയിലോണ്ട് മെഷർ ചെയ്യണേ. സൈസൊക്കെ എന്ന് വെച്ചാൽ 24 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 24 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 9.5 ഇഞ്ചാണ് അരി സൈസ്. ഇപ്പോൾ പാലിൽ ഒരു മാസത്തെ വളർച്ച പറഞ്ഞാൽ 9.5 ഇഞ്ചാണ്. 24 സെൻറ്റിമീറ്റർ. നമ്മൾ കൊണ്ടുവന്ന സമയത്ത് വരും ഒരു 5.5 ഇഞ്ച് 6 ഇഞ്ച് സൈസായിരുന്നു. അപ്പോൾ അതാ ഒരു മാസം കൊണ്ട് ഏകദേശം 9.5 ഇഞ്ച് സൈസായി. അപ്പോൾ അതാ നമുക്ക് ഇനി പിന്നെ ടാങ്കിലേക്ക് പിന്നെ ആക്കാം. നമ്മളിപ്പോൾ തൽക്കാലത്തിന് ഇനി ബേസിലിട്ടിരിക്കണ്ട, നമ്മൾ ഇനി ആക്കാൻ പോവാം. ഓക്കെ, ഇതാ അന്നേരം പോകുന്നുണ്ട്. പിന്നെ ഈ ചെറിയൊരു തെർമോകോൾ നമ്മൾ ഉണ്ടാക്കിയൊരു സിമെൻറ്റ് ടാങ്ക് ആട്ടാ. അപ്പോൾ അതായത് ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് തന്നെ കുറച്ച് കപ്പികളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇതിൽ നിലവിൽ മീനൊന്നുമില്ല. വെള്ളം നമ്മൾ വെറുതെ ഒഴിച്ചിട്ടിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഗപ്പിയുടെ ഫ്രൈസ് കിട്ടാണ് ചൈനയെ വളർത്താനാണ്. അപ്പോൾ അതാ നമുക്ക് അരിനെ കളിച്ചിട്ട് നമ്മുടെ അരിയിൽ നല്ല സൈസ് കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല വെച്ചാൽ അതൊന്ന് പോയി ഫോളോ ചെയ്യുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.